ഹായ് വെൽക്കം ടു റെനീഷ സിഎസ് എഡു വേൾഡ്. നമ്മൾ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഹൗ ടു കാൽക്കുലേറ്റ് ദി സ്പേസ് കോംപ്ലക്സിറ്റി ആൻഡ് ടൈം കോംപ്ലക്സിറ്റി എന്നുള്ളതാണ്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്? Asymptotic notation is the mathematical way to representing the time complexity. Asymptotic notation is the mathematical way to representing time complexity. Time complexity mathematical way represent ചെയ്യാനാണ് നമ്മൾ asymptotic notation യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് നൊട്ടേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിഗ് O ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബിഗ് ഒമേഗ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ബിഗ് തീറ്റ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബിഗ് O, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ. നമ്മൾ പ്രീവിയസ്ലി പഠിച്ചു. അത് പ്രയോറിറ്റി എസ്റ്റിമേറ്റിന്റെ അകത്ത് നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ടൈം കോംപ്ലക്സിറ്റി ആണെങ്കിലും സ്പേസ് കോംപ്ലക്സിറ്റി ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ വേയിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതിനകത്ത് എന്താണ് ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ബിഗ് O നൊട്ടേഷൻ ആണ്. ബിഗ് O നൊട്ടേഷൻ ഉപയോഗിച്ച് നമ്മൾ നോക്കുന്നത് ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാൻ മാക്സിമം എത്ര ടൈം എടുക്കും എന്നുള്ളതാണ്. മാക്സിമം എത്ര ടൈം എടുക്കും, അതിൽ കൂടുതൽ ഒരു അൽഗോരിതം ടൈം കോംപ്ലക്സിറ്റി എടുക്കില്ല. അപ്പൊ എന്തുമാത്രം ടൈം എടുക്കും, മാക്സിമം എത്ര എടുക്കും എന്നുള്ളതാണ് ബിഗ് Oയ്ക്കകത്ത് നമ്മൾ നോക്കുന്നത്. ബിഗ് O നൊട്ടേഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ വേർസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി. വേർസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബിഗ് O നൊട്ടേഷൻ. വേർസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു അൽഗോരിതം മാക്സിമം എന്തുമാത്രം ടൈം എടുക്കും അതിനെയാണ് ബിഗ് O നൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിഗ് O നൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ എന്താണ് വേർസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് മാക്സിമം ടൈം എന്തുമാത്രം അത് മാക്സിമം ടൈം എടുക്കും അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഒരു അൽഗോരിതം അതിൽ കൂടുതൽ ടൈം ഒരിക്കലും എടുക്കില്ല. ബിഗ് Oയെക്കാട്ടിലും ബിഗ് O ആണ് പറഞ്ഞിരിക്കുന്നത്, അത് ആ പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഒരിക്കലും കൂടുതൽ ടൈം എടുക്കില്ല. അതാണ് മാക്സിമം ടൈം എന്ന് പറഞ്ഞത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പർ ബൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു അൽഗോരിതത്തിന് അപ്പർ ബൗണ്ട് ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഗ്രാഫിക്കൽ നൊട്ടേഷൻ ഓഫ് ബിഗ് O ആണ്. ഇതിനകത്ത് എക്സ് ആക്സിസ് ഉണ്ട്. ദിസ് ഇസ് ദ എക്സ് ആക്സിസ്, ദിസ് ഇസ് ദ വൈ ആക്സിസ്. ഓക്കെ, എക്സ് ആക്സിസിന്റെ അകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ് എക്സ് ആക്സിസിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ടൈം ടി ആണ്. ടൈം ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഈ ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ടൈം ആണ്. ഇനി ഇവിടെ ഈ വരച്ചിരിക്കുന്ന എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ. ഓക്കെ, ആ ടൈം കോംപ്ലക്സിറ്റി അതാണ്. ഒരു അൽഗോരിതത്തിന് ടൈം കോംപ്ലക്സിറ്റി വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എൻ. ഇവിടെ കാണിച്ചിരിക്കുന്നത് സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ബിഗ് O നൊട്ടേഷൻ വെച്ചിട്ടുള്ളതാണ്. അതായത് ഇതിന് മേളിലോട്ട് വരുന്നതെല്ലാം എന്തായിരിക്കും? അപ്പർ ബൗണ്ട് ആയിരിക്കും. എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ബിഗ് ഓഫ് ജി ഓഫ് എൻ ആണെങ്കിൽ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. കോൺസ്റ്റന്റ്, സി ഈസ് എ കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. 0യെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് സി. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0. n0 എന്ന് പറയുന്നതാണ് ഇത്. മനസ്സിലായോ? n0 എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോഴത്തെ തൊട്ടാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ എന്താ, ഇതുണ്ട് ഇവിടെ ഒന്നും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതുണ്ട് ഇവിടെ വരുമ്പോഴത്തേന് ഇത് കുറവാണ്. ഓക്കെ, ഇത് വരുമ്പോഴത്തേന് സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നത് താഴെയാണ് കിടക്കുന്നത്. അപ്പൊ ആ കണ്ടീഷൻ എന്താണ്? ഫോൾസ് ആവും. ഈ പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഇവിടെ എന്താവും? ട്രൂ ആവും.
ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് n0 എന്ന് പറയുന്നത്. n0 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സീറോയെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. n0 is greater than or equal to 0. Big of g of n, f of n less than or equal to c into g of n. c greater than 0, n greater than or equal to n0, n0 greater than or equal to 0. Consider this example. F of n is equal to 2n square plus n plus 3 ആണ്. അപ്പം ഇവിടെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3 ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു ജി ഓഫ് എൻ എന്നാണ് നമ്മൾ എഴുതുന്നത്. നമുക്ക് ഈ ജി ഓഫ് എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജി ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ എന്ത് എഴുതണം? അപ്പർ ബൗണ്ട് എഴുതണം. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പം n ആണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് ഇതിനകത്ത് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് n സ്ക്വയർ n ക്യൂബ് ആണ്. നമ്മളൊരു n ആണെങ്കിൽ ഇതിന് ലീനിയർ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ വരും ഇതിന്റെ ഗ്രാഫ്. n സ്ക്വയർ ആണെങ്കിൽ ഈ n-ന്റെ മുകളിലായിരിക്കും വരിക. n ക്യൂബ് ആണെങ്കിൽ n സ്ക്വയറിന്റെ മുകളിലായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരിക. അപ്പൊ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ n സ്ക്വയറും n-ഉമാണ് ഈ ഇക്വേഷനകത്തുള്ളത്. അപ്പൊ ഇതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? n സ്ക്വയർ ആയിരിക്കും. അപ്പൊ ജി ഓഫ് എന്നിന്റെ അകത്ത് നമ്മൾ എന്ത് എഴുതണം? അപ്പർ ബൗണ്ട് ആണ് എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു കേസിൽ എന്താ വരിക? അപ്പർ ബൗണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു n സ്ക്വയർ എന്ന് വരും. ഓക്കെ, 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു n സ്ക്വയർ എന്ന് വരും. നമുക്ക് ഇതിന്റെ അകത്ത് സി നമ്മൾ എഴുതുന്നത് ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താന്ന് നോക്കും. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ അതിനേക്കാളും നെക്സ്റ്റ് വാല്യൂ ആയിരിക്കും സിക്ക് അകത്ത് നമ്മൾ കൊടുക്കണം. അപ്പൊ സിയുടെ വാല്യൂ എത്ര വരും? 3 വരും. ഇവിടെ വന്നു ഇവിടെ നോക്കിക്കേ. അപ്പൊ ഈ ഒരു കേസിൽ 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n സ്ക്വയർ എന്ന് വരും. നമുക്ക് ഇതിന്റെ അകത്ത് കണ്ടുപിടിക്കേണ്ടത് n0യുടെ വാല്യൂ വേണം. n0 ആ n0 പ്ലേസ് തൊട്ടിട്ടാണ് എന്ത് വരുന്നത്? ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്നത്. കണ്ടോ, ഈ ഗ്രാഫിന്റെ n0 പൊസിഷൻ തൊട്ടാ. അല്ലാത്തടത്തൊക്കെ ഇങ്ങോട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പൊ n-ന് 0 തൊട്ടിട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് എവിടെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവിടെ തൊട്ട് ബാക്കിയുള്ള എന്തായിരിക്കും? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ പൊസിഷനാണ് നമ്മൾ n0 എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിൽ ആദ്യം n-ന് 0 എന്ന് പറഞ്ഞ് വാല്യൂ ഇട്ട് കൊടുക്കുക. n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് വരും? 2 into 0 plus 0 plus 3 less than or equal to 3n square എന്ന് വരും. അതെങ്ങനെ കിട്ടും? ഓക്കെ, n-ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 2 into 0 plus 0 plus 3 less than or equal to 3 into 0 എന്ന് വരും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 less than or equal to 0 എന്ന് വരും. ഈ കണ്ടീഷൻ ട്രൂ ആണോ? അല്ല, ട്രൂ അല്ല. അപ്പൊ അടുത്തത് n-ന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കും. n-ന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2 into 1 plus 1 plus 3 less than or equal to 3 എന്ന് വരും. 2. Okay, 2 plus 1 plus 3 less than or equal to 3. Okay, ഇവിടെ എന്ത് വരും? 2 plus 1 3, 3 plus 3 6, 6 less than or equal to 3 ആണോ നോക്കാം. കണ്ടീഷൻ ഫോൾസ്. അടുത്തത് n-ന് 2 എന്നുള്ള വാല്യൂ കൊടുക്കും. 2 into 2 square plus 2 plus 3 less than or equal to 2 into 2 square. എത്ര കിട്ടും? 2 into 2 square ഇപ്പൊ 8 വരും ഇവിടെ. 8 plus 2 plus 3 less than or equal to 3 into 4. 8 plus 2 plus 3 less than or equal to 3 into 4 എന്നാ. അതായത് ഇവിടെ 13 കിട്ടും. 13 less than or equal to 12. കണ്ടീഷൻ ട്രൂ ആണോ? ട്രൂ അല്ല. ഓക്കെ, അപ്പൊ ഈ കേസിലും കണ്ടീഷൻ ട്രൂ അല്ല. അപ്പൊ എന്ത് ചെയ്യും?
എന്നിന് നെക്സ്റ്റ് വാല്യൂ കൊടുക്കും. എന്നിന് 3 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്നിന് 2 കൊടുക്കുവാണെങ്കിൽ 2 into 3 square plus 3 less than or equal to 3 into 3 cube 3 square എന്ന് വരും. അപ്പൊ ഇത് എങ്ങനെ എഴുതും? 2 into 3 square എന്നുള്ളത് 9 ആയി പ്ലസ് 3 plus 3 less than or equal to 3 into 3 cube എന്ന് പറയുമ്പോൾ 27. അപ്പൊ ഇത് എത്ര കിട്ടും? 18 plus 3 plus 3. Okay, this is equal to 24. 24 less than or equal to 27 എന്ന് വരും. അപ്പൊ ഈ കണ്ടീഷൻ ഇവിടെ ട്രൂ ആയി. അപ്പൊ ഇനിയും ഇതിന് ശേഷം നമ്മൾ എന്നിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ഈ കണ്ടീഷൻ ട്രൂ ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ n0 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. നമ്മൾ ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ബിഗ് O നൊട്ടേഷൻ വെച്ചിട്ട് ഇതിന്റെ ഓർഡർ എത്ര ആയിരിക്കും? ഓർഡർ ഓഫ് n സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇക്വേഷന്റെ ഇതെല്ലാം നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് എന്ത് വരും? എഫ് ഓഫ് n, അതായത് എഫ് ഓഫ് n എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ് 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3. അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര കിട്ടും? ഓർഡർ ഓഫ് n സ്ക്വയർ എന്ന് കിട്ടും. g ഓഫ് n നമ്മൾ ഏതായിട്ട് എടുത്തേ? n സ്ക്വയർ ആയിട്ടാണ് എടുത്തേ. ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ. ബിഗ് O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് പറഞ്ഞത്? ബേർസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ആണ്. അതായത് മാക്സിമം ടൈം ആയിരിക്കും. നമ്മൾ എടുക്കുന്നത് അപ്പർ ബൗണ്ട് ആണ്. ഓക്കെ, അപ്പർ ബൗണ്ട് ആണ് എടുക്കുന്നത്. ഇവിടെ എടുക്കുന്ന അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എടുക്കുന്നത്. ലീസ്റ്റ് ഞാൻ ഈ എഴുതിയേക്കുന്ന ഈ ഒരു ഇതിന്റെ അത് ഏറ്റവും ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതിനുശേഷം വരുന്ന log n, അതിനുശേഷം വരുന്നത് √n, പിന്നെ n. ഇങ്ങനാണ് ഒരു ടൈം കോംപ്ലക്സിറ്റിയുടെ ഇത് വരുന്നത്, ഓർഡർ വരുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ n സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. ആ ഈ n സ്ക്വയറിന് ഇങ്ങോട്ടുള്ള ഏത് വേണേലും എന്തായിട്ട് വരാം? ബിഗ് O ആയിട്ട് വരാം. പക്ഷെ ഈ ലീസ്റ്റ് ഏറ്റവും ചെറുതാണ് നമ്മൾ എടുക്കുന്നത്, ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്നത്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് ബിഗ് Oയ്ക്കകത്ത് എന്താ? അപ്പർ ബൗണ്ടിനകത്ത് ലീസ്റ്റ് ആയിട്ടുള്ളതാ എടുക്കുന്നത്. ഇതിൽ ഏത് വേണേലും ടൈം കോംപ്ലക്സിറ്റി നമുക്ക് വരാം. അപ്പം ഇതിന്റെ അത് വേർസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ബിഗ് ഒമേഗ. ബിഗ് ഒമേഗയെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഈ സിംബൽ വെച്ചിട്ടാണ്. ഈ ബിഗ് ഒമേഗ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ആണ്. ബിഗ് ഒമേഗ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി. അതായത് മിനിമം ടൈം, ഒരു അൽഗോരിതം ഏറ്റവും മിനിമം എത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും, അതാണ് ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റിക്കകത്ത് നമ്മൾ പറയുന്നത്. അതായത് ഒമേഗയ്ക്കകത്ത് നമ്മൾ പറയുന്നത് ബിഗ് Oയ്ക്കകത്ത്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, അതായത് ലോവർ ബൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഗ്രാഫിന്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടി റെപ്രസെന്റ് ടൈം. ഈ y ആക്സിസിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, y ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ടൈം ആണ്. എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് n ആണ്. n എന്ന് പറഞ്ഞെങ്കിൽ ഇൻപുട്ട് ആണ്. എഫ് ഓഫ് n എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷനെയാണ് എഫ് ഓഫ് n എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സി ഇൻറ്റു ജി ഓഫ് n എന്ന് പറയുന്നതാണ് ബിഗ് Oയുടെ പറയുന്നത്. അതായത് ലോവർ ബൗണ്ട് ആണ് ഈ വരച്ച് വെച്ചേക്കുന്നത്, സി ഇൻറ്റു ജി ഓഫ് n. ഈ n0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് തൊട്ടിട്ടാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ആ പർട്ടിക്കുലർ പോയിന്റ് തൊട്ടിട്ടാണ് ഈ കണ്ടീഷൻ, ഇത് ഈ ഒരു ഗ്രാഫിന്റെ അകത്ത് ലോവർ ബൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജി ഓഫ് n എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരം കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതായത് എഫ് ഓഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് n. ഓക്കെ, സി ഇസ് എ കോൺസ്റ്റന്റ് ആണ്. ആ സി എന്തായിരിക്കണം? 0യെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം. n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n0 ആയിരിക്കണം. n0 തൊട്ടിട്ട് അങ്ങോട്ടുള്ള വാല്യൂ ആണ് ഈ n എന്ന് പറയുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത്.
n0 എന്ന് പറയുന്നത് 0യെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ ബിഗ് ഒമേഗ വെച്ചിട്ട് നമ്മൾ ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നെന്ന് നോക്കാം. അപ്പൊ നേരത്തെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ തന്നെ വെച്ച് നമുക്ക് നോക്കാം. എഫ് ഓഫ് n ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3. 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3 ഓക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു c ഇൻറ്റു g ഓഫ് n ആണ് എഴുതുന്നത്. അപ്പൊ g ഓഫ് n എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. ആ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണെങ്കിൽ നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് വേണം. അതിൽ കൂടുതൽ ഏതായാലും പറ്റില്ല. അപ്പം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഇവിടെ വരുന്ന n സ്ക്വയർ ആണ്. ഓക്കെ അത് എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞിരുന്നു ഈ ഒരു ഓർഡറിലാണ് ടൈം കോംപ്ലക്സിറ്റി നമ്മൾ എടുക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇത്, അത് കഴിഞ്ഞതിന് ശേഷം ഇത്, ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ പോകുന്നത്. അപ്പൊ n സ്ക്വയർ ഞാന് ബിഗ് ഒയ്ക്കകത്ത് എടുത്തപ്പോ പറഞ്ഞായിരുന്നു ഗ്രേറ്റസ്റ്റ് നമ്മൾ അവിടെ എടുക്കുന്നത് ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് എടുത്തത്. ലോവസ്റ്റ് ആയിട്ടുള്ള അപ്പർ ബൗണ്ട് ആണ് എടുത്തത്. അപ്പം ഇവിടെ തൊട്ടിട്ട് അതായത് n സ്ക്വയർ തൊട്ടിട്ട് ഇങ്ങോട്ട് കിടക്കുന്ന ഇതെല്ലാം എന്തുവരും ബിഗ് ഒയുടെ കേസിൽ എടുക്കാൻ പറ്റും. ഓക്കെ വേഴ്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാ. അപ്പൊ ഈ ഒരു കേസില് നേരത്തെ പറഞ്ഞപ്പോ ലോവസ്റ്റ് ആണ് എടുക്കാൻ പറഞ്ഞത്. ലോവസ്റ്റ് അപ്പർ ബൗണ്ട്. ലോവസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതിന്റെ അകത്ത് ഇതായിരിക്കും വരിക. ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൂടി കൂടി വരുന്നത്. അപ്പൊ ലോവസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ഏത് വരും? n സ്ക്വയർ വരും. ഇവിടെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതാ പറഞ്ഞിരിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുമ്പം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഗ്രേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു പൊസിഷനിൽ കിടക്കുന്ന ഏതാ? n സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് ഇവിടെ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള ഏത് എടുത്തു കഴിഞ്ഞാലും ഏത് വരും? ബിഗ് ഒമേഗ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അതിന്റെ അകത്ത് ഏത് വേണം? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് വേണം എടുക്കാൻ. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വരും? n സ്ക്വയർ വരും. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തെടുത്തത്? c ഇൻറ്റു n സ്ക്വയർ എന്ന് എടുത്തത്. n സ്ക്വയർ ഉണ്ട്, n ഉണ്ട്. അവിടുന്ന് ഏതാ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം നമ്മൾ നോക്കി വരാനായിട്ട്. ഏതാ? ബിഗ് ഒമേഗയുടെ കേസിൽ. മറ്റേതോ ബിഗ് ഓയ്ക്കാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പൊ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് എടുക്കണം? c n സ്ക്വയർ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു കേസിൽ c എന്താണെന്ന് അറിഞ്ഞിരിക്കണം. c എന്ന് പറയുന്നത് ഇതിന്റെ കോഎഫിഷ്യന്റ് ഏതാണോ ആ കോഎഫിഷ്യന്റ് തന്നെ വേണം ഇവിടെ എഴുതി കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കും 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n സ്ക്വയർ. ഓക്കെ ഫസ്റ്റില് എന്നിന് 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. 0 കൊടുക്കുമ്പോ എന്ത് വരും? n ഈസ് ഈക്വൽ ടു 0 ആകുമ്പോ ഇത് 0 ആകും, ഇത് 0 ആകും, ഇത് 3 ആകും, ഇത് 0 ആകും. ഈ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഈ ഒരു കേസിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം n ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് 1 പ്ലസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെയും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഈ ഒരു 0 തൊട്ടിട്ട് എന്ത് വരുന്നുണ്ട്? കണ്ടീഷൻ ട്രൂ ആവുന്നുണ്ട്. അപ്പൊ n0യുടെ വാല്യൂ ഇവിടെ എന്താണ്? 0 ആണ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ അപ്പൊ ഈ കണ്ടീഷൻ എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 f of n is equal. ഇതിന്റെ ഓർഡർ എങ്ങനെ പറയാം? f of n is equal to g of n ആയിട്ട് നമ്മൾ എടുത്ത ഏതാ? n സ്ക്വയർ ആ. അപ്പം ഒമേഗ ഓഫ് n സ്ക്വയർ. നെക്സ്റ്റ് ഈസ് ദ ബിഗ് തീറ്റ. ബിഗ് തീറ്റ എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഈ ബിഗ് തീറ്റ എന്ന് പറയുന്നത് ആവറേജ് കേസ് ആണ്. അതായത് എക്സാക്ട് ആയിട്ട് നമുക്ക് ഒരു അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ വി യൂസ് ദി ബിഗ് തീറ്റ. ബിഗ് തീറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പം ഈ ഒരു ഇത് ഗ്രാഫിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. y ആക്സിസ് റെപ്രസെന്റ് ടി ആൻഡ് x ആക്സിസ് റെപ്രസെന്റ് n. n എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, ടി എന്ന് പറയുന്നത് ടൈം ആണ്. എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതാണ്. അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു എക്സാക്ട് ടൈം ആണ്. ഇതിന്റെ അകത്ത് കണ്ടുപിടിക്കുന്നത് എക്സാക്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിവിടെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ. ഓക്കെ, എഫ് ഓഫ് എൻ ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ എന്ന് എഴുതണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? C1 into G of n less than or equal to f of n less than or equal to C2 of G of n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. C1 ഉം C2 ഉം C1 and C2 are constant, it is greater than 0. n is greater than or equal to n0. n0 എന്ന് പറയുന്നത് എന്തായിരിക്കും? greater than or equal to 0. ഓക്കെ, ഇതാണ് ഒരു തീറ്റയുടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് തീറ്റ ഓഫ് ജി ഓഫ് എൻ എന്ന് എഴുതണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3. ഇങ്ങനെ നമുക്ക് എഴുതാം 2n സ്ക്വയർ പ്ലസ് n പ്ലസ് 3 എന്നാണല്ലോ. അപ്പം n സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് ഏത് തരുന്നോ അത് വേണം എഴുതാനായിട്ട്. അതിന്റെ കൂടെ നമ്മൾ എഴുതേണ്ടത് C1 ആണ്. ഓക്കെ, C1 ഇവിടെ C2 n സ്ക്വയർ ആണ് എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആകുമ്പം ഇതിന്റെ വാല്യൂ C1ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 2 ആണ്. ഇതിന്റെ സെയിം ആണ് ഇവിടെ കൊടുക്കണ്ടേ, 2n സ്ക്വയർ എന്ന് കൊടുക്കണം. അവിടുത്തെ ഏത് കോഎഫിഷ്യന്റ് ആണോ ആ സെയിം കോഎഫിഷ്യന്റ് തന്നെയാ കൊടുക്കണ്ടേ. ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു കോഎഫിഷ്യന്റിനെക്കാട്ടിലും ഒന്ന് കൂട്ടി കൊടുക്കുക C2ന്റെ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പൊ C1 കണ്ടുപിടിച്ചു, C1 is 2 and C2 is 3. ഇനി ഇതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 തൊട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എവിടെയാണോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും n0. അപ്പൊ ആദ്യം n-ന് 0 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഇട്ട് കൊടുത്തു. ഇതിന് 0 എന്ന് പറഞ്ഞ് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കും. ഇത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. n-ന് 1 എന്നുള്ള വാല്യൂ, നെക്സ്റ്റ് n-ന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കും. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ, ഇവിടെ 2 വരും. 2 പ്ലസ് 1 3, 3 പ്ലസ് 3 6, 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരും. This condition is also false. n-ന് 2 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് വരും? 2n സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 2 into 2 സ്ക്വയർ ലെസ് ദാൻ or equal to 2 into 2 square plus 2 plus 3 less than or equal to 3 into 2 square. It is equal to 8 less than or equal to, okay, this is 8, 10, 13 വരും. Less than or equal to, it is 4 into 3, 4 into 3, 12. Okay, next n-ന് 3 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ ഈ കണ്ടീഷനും തെറ്റായതുകൊണ്ട് n-ന് 3 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ കൊടുക്കുമ്പം 2 9 into 18 കിട്ടി, ലെസ് ദാൻ ഇത് 18 പ്ലസ് 20 23 എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കഴിഞ്ഞിട്ട് ഏത് കൊടുത്തു കഴിഞ്ഞാലും ഇതിന്റെ വാല്യൂ ട്രൂ ആയിട്ട് വരും. അപ്പൊ ഈ കേസിൽ n0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ആ പർട്ടിക്കുലർ പോയിന്റ് തൊട്ടിട്ട് ഈ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും.
മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അപ്പൊ C1 C2 കണ്ടുപിടിച്ചു, N0 കണ്ടുപിടിച്ചു. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്തോ പറയാം, എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു തീറ്റ ഓഫ് എൻ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ ഇവിടെ ഈ വരച്ചു വെച്ചിരിക്കുന്നില്ലേ, ഇത് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, ബിഗ് ഓ. ഇവിടെ തൊട്ടിട്ട് ഇതിന്റെ വാല്യൂ, ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇവിടെ തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള വാല്യൂ ആയിരിക്കും ബിഗ് ഓ ആയിട്ട് വരുന്നത്. ബിഗ് ഓയുടെ വാല്യൂ ആയിട്ട് എടുക്കാം. ഇവിടെ തൊട്ടിട്ടോ ബിഗ് ഒമേഗ. ഓക്കെ, അതായത് ഈ ബ്ലൂവിന്റെ അകത്ത് വരച്ചിട്ടേക്കുന്നത്. ഈ ഒരു എൻ സ്ക്വയർ മാത്രമേ വരത്തുള്ളൂ ഏതിനകത്ത്, ബിഗ് തീറ്റയ്ക്കകത്ത്. ഓക്കെ, ഇറ്റ് ഇസ് എക്സാക്ട് ടൈം, അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ തീറ്റ നമ്മൾ എടുക്കുന്നത് ചില കേസുകളില് ബിഗ് ഒമേഗയും ബിഗ് ഓയും സെയിം ആയിട്ട് വരും. ആ കേസുകളിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ബിഗ് തീറ്റ എടുക്കുന്നത്. ചില കേസുകളില് ബെസ്റ്റ് കേസിലും വേഴ്സ്റ്റ് കേസ് എടുത്താലും നമുക്ക് സെയിം വരും. ആ കേസുകളിലാണ് നമ്മൾ ആവറേജ് കേസ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുള്ള അൽഗോരിതത്തിനെ നമ്മൾ പറയുന്നതാണ് അമോർട്ടൈസ്ഡ് അൽഗോരിതം എന്ന് പറയും. ലീനിയർ സെർച്ചിന്റെ അൽഗോരിതം എടുത്തിട്ട് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് അതിന്റെ ബെസ്റ്റ് കേസ്, വേഴ്സ്റ്റ് കേസ്, ആവറേജ് കേസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളോടെ എന്തിനാണ് ഇത് ഇങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു അറേക്കകത്ത് നമുക്ക് ഇവിടെ 5 എലിമെന്റ് ഉണ്ട്. ആ 5 എലിമെന്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് ലീനിയർ സെർച്ചിനകത്ത് സെർച്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഞാനൊരു ലീനിയർ സെർച്ചിന്റെ അകത്ത് ഒരു എലിമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക ചെയ്യുന്നത്. അപ്പൊ ആദ്യം കിടക്കുന്ന എലിമെന്റ് ആണോ എന്ന് നോക്കും. നെക്സ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്ന എലിമെന്റ് ആണോ നോക്കും. അതും അല്ലെങ്കിൽ അതിന്റെ അടുത്ത പൊസിഷനിൽ കിടക്കുന്ന എലിമെന്റ് ആണോ നോക്കും. ഇതല്ലെങ്കിൽ അതിന്റെ അടുത്ത പൊസിഷനിൽ കിടക്കുന്നതാണോ നോക്കും. അങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. എന്റെ എലിമെന്റ് ഇവിടെ 2 ആണെങ്കിൽ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത് ഏതാ, ആദ്യം കിടക്കുന്ന എലിമെന്റ് അല്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ എന്താ, ഒറ്റ ഒരു കമ്പാരിസണേ ഇവിടെ വരുന്നുള്ളൂ അല്ലെ. ആദ്യം തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുവാണ്. ഇറ്റ് ഈസ് എ ബെസ്റ്റ് കേസ്. ബെസ്റ്റ് കേസ് ആണ്. ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഏതാണ്, ബിഗ് ഒമേഗ. ബിഗ് ഒമേഗ ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, ടൈം കോംപ്ലക്സിറ്റി 1. ഓക്കെ, ബിഗ് ഒമേഗയുടെ കേസിൽ ഇവിടെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്, 1 ആണ് വരുന്നത്. ഒറ്റ കമ്പാരിസൺ ഉള്ളൂ, അതാണ് ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി. നമുക്കിപ്പോ സെർച്ച് ചെയ്യേണ്ടത് നെക്സ്റ്റ് 1 ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, 1 ചെക്ക് ചെയ്തു ആണോ അല്ല. നെക്സ്റ്റ് എന്താണ്, അടുത്ത കമ്പാരിസൺ. ആദ്യം 1 ചെക്ക് ചെയ്തു, ഇപ്പൊ ഇവിടെ ഒരു കമ്പാരിസൺ ആയി. അപ്പൊ അതല്ലെങ്കിൽ അടുത്തടുത്ത് പോകും, ഇത് സെക്കൻഡ് കമ്പാരിസൺ ആയി. ഇതല്ലെങ്കിൽ അടുത്തടുത്തോട്ട് പോകും, തേർഡ് കമ്പാരിസൺ ആയി. ഇതല്ലെങ്കിൽ അടുത്തടുത്തോട്ട് പോയി, ഫോർത്ത് കമ്പാരിസൺ ആയി. ഓക്കെ, ഇതല്ലെങ്കിൽ അടുത്തത് ഇവിടോട്ട് പോകും. ഓക്കെ, അപ്പം ആ 1 ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ആ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലിമെന്റ് ആ അറേയുടെ ലാസ്റ്റിലാണ്, അല്ലെങ്കിൽ ആ അറേയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര കമ്പാരിസൺ അവിടെ വേണ്ടി വരുന്നുണ്ട്, 5 കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറേക്കകത്ത് എത്ര എലിമെന്റ് ഉണ്ടോ അത്രയും കമ്പാരിസൺ അവിടെ വരുന്നുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് ബിഗ് ഓ നൊട്ടേഷൻ ആണ്. ബിഗ് ഓയ്ക്കകത്ത് എത്ര ആയിരിക്കും ടൈം കോംപ്ലക്സിറ്റി, ലീനിയർ സെർച്ചിന്റെ n ആയിരിക്കും. ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി 1, വേഴ്സ്റ്റ് എന്ന് പറയുന്നത് n ആയിരിക്കും. അപ്പൊ ഇനി തീറ്റയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്യാൻ പോകുന്ന എലിമെന്റ് 3 ആണെന്നിരിക്കട്ടെ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും, അതിന്റെ മിഡിലിൽ കിടക്കുന്ന എലിമെന്റ് ആണ് അല്ലെ. ആ ഒരു അറേയുടെ മിഡിലിൽ കിടക്കുന്ന എലിമെന്റ് ആണ് സെർച്ച് ചെയ്യുന്നത്. അങ്ങനാണെങ്കിൽ ഇതിനകത്ത് എത്ര കമ്പാരിസൺ വേണ്ടി വരും, ഇപ്പൊ ഇവിടെ അതാണ് ശരിക്കും ആവറേജ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിഡിൽ അറേയുടെ കിടപ്പാണ് ലീനിയർ സെർച്ചിന്റെ മിഡിലിൽ എലിമെന്റ് കിടക്കുന്നതാണ് ആവറേജ് കേസ്. അപ്പൊ ഇവിടെ 3 ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു, അല്ല എങ്കിൽ എന്ത് ചെയ്തു, അടുത്തത് ഈ 5ഉം 3ഉം ഈക്വൽ ആണോ നോക്കി, അല്ല എന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് ചെക്ക് ചെയ്തു, ഈ ചെക്ക് ചെയ്യുമ്പോൾ സെയിം ആണ്. അപ്പൊ ആവറേജ് ടൈം കോംപ്ലക്സിറ്റിക്കകത്ത് നമ്മൾ കമ്പാരിസൺ പറഞ്ഞു, മിഡിലായിരിക്കും എലിമെന്റ് കിടക്കുന്നത്. ആ കിടക്കുമ്പം
എത്ര കമ്പാരിസൺ വരുന്നുണ്ട്? n/2 കമ്പാരിസൺ ആണ് ആവറേജ് കേസിൽ നമുക്ക് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് പറഞ്ഞത് എങ്ങനെയാണ്, എന്താണ് ഒരു അസിപ്റ്റോട്ടിക് നൊട്ടേഷൻ, ബിഗ് ഒ, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.